മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണത്തിന് അവസാനമാവുകയാണ്. 4 മാസമാണ് മണിപ്പൂർ ജനത രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിലേക്ക് മാറിയത്. BJP മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചതിന് പിന്നാലെ മറ്റൊരു നേതാവിനെ കണ്ടെത്താൻ BJPക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഗവർണർ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്തത്. 4 മാസത്തെ ആലോചനകൾക്ക് പിന്നാലെയാണ് വീണ്ടും BJP സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കിയത്. ഈ മാസം അവസാനത്തോടെ മണിപ്പൂരിൽ പുതിയ BJP സർക്കാർ അധികാരമേൽക്കാൻ തയ്യാറെടുക്കുമ്പോൾ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. BJPയിൽ ഇത് വലിയ ഭിന്നിപ്പാണ് ഉണ്ടാക്കുന്നത്. കാരണം പുതിയ സർക്കാർ ഉണ്ടാക്കുമ്പോൾ പൂർണ്ണമായും അതിൽ BJP MLA-മാർ ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. കാരണം 7 MLA-മാരെ മാറ്റി നിർത്താൻ മണിപ്പൂരിൽ BJP തീരുമാനിച്ചിരിക്കുന്നു. 5 വർഷത്തെ കോൺഗ്രസ് ഭരണത്തെ പിഴുതെറിഞ്ഞ് 2017-ൽ ശൂന്യതയിൽ നിന്നാണ് മണിപ്പൂരിൽ BJP താമര വിരിയിച്ചത്. എന്നാൽ മണിപ്പൂർ കലാപം BJPയുടെ നടുവൊടിച്ചു. വടക്കുകിഴക്കൻ ഇന്ത്യയിലേക്ക് പടർന്നു കയറിയ BJP അസാമിൽ നേടിയ വിജയം മണിപ്പൂരിലും ആവർത്തിക്കുകയായിരുന്നു. 2012 ഒരു സീറ്റിൽ പോലും ജയിക്കാതിരുന്ന പാർട്ടി പിന്നീട് 21 സീറ്റുകൾ നേടി ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി. 28 സീറ്റുമായി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തുടർന്നെങ്കിലും അധികാരത്തിലേറാനുള്ള പിന്തുണ അവർക്കുണ്ടായിരുന്നില്ല. ചെറുപാർട്ടികളെ ഒപ്പം കൂട്ടി BJP അധികാരത്തിലെത്തി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും ചൂണ്ടിക്കാട്ടാതെ പ്രധാനമന്ത്രി മോദിയും അന്നത്തെ അധ്യക്ഷൻ അമിത്ഷായും ചുക്കാൻ പിടിച്ച പ്രചരണത്തിലൂടെയാണ് BJP നേട്ടമുണ്ടാക്കിയത്. മണിപ്പൂരിലെ കലാപമാണ് BJP സർക്കാരിൻ്റെ പതനത്തിന് ഇപ്പോൾ വഴിവെച്ചത്. ഇതിന് പിന്നാലെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ സ്ഥിതിഗതികൾ മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ മെയ് മാസം അവസാനമാണ് BJP തുടങ്ങിയത്. അന്ന് മണിപ്പൂരിലെ 23 BJP MLA-മാർ യോഗം ചേർന്ന് പുതിയ സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തേടിയിരുന്നു. അതിൽ നിന്ന് ചില വിമത MLA-മാർ വിട്ടുനിന്നതോടെ തത്വത്തിൽ BJP മണിപ്പൂരിൽ രണ്ടായി മാറുകയായിരുന്നു. വിട്ടുനിന്ന 7 MLA-മാരും കുക്കി സമുദായത്തിൽ നിന്നും ഉള്ളവരാണ്. ഇവർ BJP വിടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നേരത്തെ മണിപ്പൂർ കലാപത്തിൽ കുക്കി സമുദായത്തിനെ ചതിക്കുന്ന സമീപനമാണ് BJPയിൽ നിന്നും ഉണ്ടായത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കുക്കി സമുദായത്തിൻ്റെ സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതെയാണ് മുഖ്യമന്ത്രി ബീരേൻ സിംഗിന് രാജിവെക്കേണ്ടി വന്നത്. പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെയാണ് രാഷ്ട്രപതി ഭരണം കളമൊരുങ്ങിയത്. ആ കലിപ്പ് ഇന്നും BJPയിലെ മറ്റേ MLA-മാർക്ക് BJPയോട് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് പുതിയ സർക്കാരിൽ നിന്ന് കുക്കി MLA-മാരെ മാറ്റി നിർത്താൻ BJP തീരുമാനിക്കുന്നത്. മണിപ്പൂരിലെ 23 BJP MLA-മാർ രഹസ്യയോഗം ചേർന്നത് വലിയ വാർത്തയായിരുന്നു. സംസ്ഥാനത്ത് ഒരു ജനകീയ സർക്കാർ രൂപീകരിക്കുന്നതിനായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമെന്നാണ് MLA-മാർ പറഞ്ഞത്. 60-അംഗ മണിപ്പൂർ നിയമസഭയിൽ BJPക്കാകെയുള്ളത് 37 MLA-മാരാണ്. അതിലാണ് 7 പേർ കുക്കി സമുദായത്തിൽ നിന്നുള്ളവർ. മുൻ മുഖ്യമന്ത്രി ബീരേൻ സിംഗോ സ്പീക്കർ സത്യബ്രത സിംഗോ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 9-ന് ബീരേൻ സിംഗ് രാജിവെക്കുന്നതുവരെ അദ്ദേഹത്തെ പിന്തുണച്ച പാർട്ടി MLA-മാരും യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു.